all, welcome to X and Y Olympiad channel. So എല്ലാവരുടെയും NSC JS എക്സാം പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. സോ ഫിസിക്സിലെ ചില ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കാണാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഫിസിക്സിൽ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സൗണ്ടാണ്. സോ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സോ അതിലെ ക്വസ്റ്റ്യൻസും ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ആലോചിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ബാക്കിയെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആണ്, ചില എക്കോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ചില നിങ്ങൾ കേൾക്കാത്ത ചില ഡോപ്ലർ എഫക്റ്റ് പോലുള്ള ചെറിയ ഒരു ടോപ്പിക്കും ഒന്നോ രണ്ടോ ടോപ്പിക്സ് ഉണ്ട്. അത് നമ്മൾ എന്താണ് ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ്റെ കൂടെ നമ്മളങ്ങ് ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ഈസിയാണ്, നമ്മളിവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ സൗണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ, ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ആൻ ഇൻസ്ട്രുമെന്റ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എക്കോ ഈസ്. ഓക്കെ, എക്കോ പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഈസി അല്ല, റൈറ്റ്? സോണാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലും പഠിച്ചിട്ടുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആണ്. തെർമോമീറ്റർ നമ്മൾ ടെമ്പറേച്ചർ അടക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് എക്കോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. റഡാർ നമുക്കറിയുന്നതാണ്, നമ്മൾ ഡിഫൻസിലെല്ലാം യൂസ് ചെയ്യുന്നത്, റൈറ്റ്? ബാരോമീറ്റർ പ്രഷർ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് എക്കോ ആയിട്ട് യാതൊരു ബന്ധമില്ല. യെസ്, ഇതാണ് ഒരു സോണാറിന്റെ ചിത്രമാണ്, റൈറ്റ്? നോക്ക് എങ്ങനെയാണോ നമ്മൾ കടലിന്റെ ഡെപ്ത് എല്ലാം, സീ ബെഡ് എന്താണ് കടലിന്റെ ഡെപ്ത് എല്ലാം മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു കപ്പലിലെ ഒരു സോണാർ ഘടിപ്പിക്കും, എന്നിട്ടോ അവിടുന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കും. ആ സൗണ്ട് പോയി തിരിച്ചു വരുന്ന സമയം നമ്മൾ മെഷർ ചെയ്യും, റൈറ്റ്? അങ്ങനെയാണ് നമ്മൾ ഡെപ്ത് കൊണ്ടുകൊടുക്കുക, റൈറ്റ്? നമുക്കറിയാം V is equal to 2D/T. നമ്മൾ എക്കോയിങ്ങിൽ നമ്മൾ എന്താണ് ഒരു ഇക്വേഷൻ ആകെ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണിത്, റൈറ്റ്? അതായത് പോകാനുള്ള ഡിസ്റ്റൻസ് D ആണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് ഡെപ്തിലോട്ടുള്ള മെഷർമെന്റ്സ് D ആണെന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് D തിരിച്ച് D, സോ 2D/T എന്താണ് വെലോസിറ്റി. സോ നമ്മൾ വാട്ടറിലുള്ള സൗണ്ടിന്റെ വെലോസിറ്റി നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ D എങ്ങനെ എടുത്തും? D is equal to V into T/2. വെള്ളത്തിലുള്ള സൗണ്ടിന്റെ വെലോസിറ്റി ടൈം നമ്മൾ പോയി വരാനുള്ള ടൈം നമ്മൾ മെഷർ ചെയ്യും, /2 ചെയ്താൽ നമുക്ക് ആ ഡെപ്ത് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇത് ഇനി യൂസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ ചോദ്യം എന്തായിരുന്നേ, ഇത് ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാ? സോ സോണാർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ അറ്റ് എനി പ്ലേസ് ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ്, റൈറ്റ്? അൾട്രാസോണിക് വേവ്സ് ആണ്, റൈറ്റ്? നമ്മൾ ഈ വേവ്സ് നമ്മൾ സോണാർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാന്നറിയാം. സോ ഇത് ആ വേവ്സ് ഏതാണ്? അൾട്രാസോണിക് വേവ്സ് ആണ്, റൈറ്റ്? നമുക്ക് കേൾക്കാൻ പറ്റാത്ത, നമുക്ക് എന്താണ് സൗണ്ട് എബോവ് 2K ഹെർട്സിന് മുകളിലെ ഫ്രീക്വൻസി ഉള്ള വേവ്സ് നമ്മൾ എന്ത് പറയും? അൾട്രാസോണിക് വേവ്സ് എന്ന് പറയും, റൈറ്റ്? 20 ഹെർട്സിന് താഴെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയും. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അൾട്രാസോണിക് ആണ്. നമ്മൾ അങ്ങോട്ട് പോയാൽ റിഫ്ലക്ട് ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? VT/2 വെച്ചിട്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും, റൈറ്റ്? ഓക്കെ, അൾട്രാസോണിക് വേവ്സ് ആണ് ആൻസർ. ഓക്കെ, മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ നോക്കണം. കൺസിഡർ ദ ഫോളോയിങ് 2 സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട്. ഇതിലേതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ? ഓക്കെ, അസേഷൻ റീസൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, when the light and sound travels from air to water, note the point. Okay, a light may bend towards the normal while sound may bend away from the normal. Okay, sound is longitudinal wave and while light is a transverse. ഇത് എല്ലാവർക്കും അറിയാം, റൈറ്റ്? സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതിന് എന്തുണ്ട്? കംപ്രഷൻസും റാരിഫ്രാക്ഷൻസും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, റൈറ്റ്? സോ അതൊരു സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കണം. When the light and sound travels from air to water, light may bend towards normal while sound may bend away from the normal. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, റിഫ്രാക്ഷനിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സംഭവിക്കുന്നത്? റിഫ്രാക്ഷനിൽ ലൈറ്റിന്റെ റിഫ്രാക്ഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, റൈറ്റ്? എന്താണോ എയർന്ന് വാട്ടറിലോട്ടല്ല, എയർന്ന് വാട്ടറിലോട്ട് വരുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഇത് ലൈറ്റ് ആണെന്ന് വെച്ചാലേ, ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എവിടെയാണ്? വാട്ടറിൽ കൂടുതലാണ്. സോ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ, റൈറ്റ്? സോ ഈ എന്താണ് R will be less than I, റൈറ്റ്? പക്ഷേ സൗണ്ടിന്റെ കേസിൽ വ്യത്യാസമുണ്ട്. സൗണ്ടിന് ഏതിലാണ് സ്പീഡ് കൂടുതൽ? വാട്ടറിലാണോ എയറിലാണോ? വാട്ടറിലാണ്. സോ ഒരു സൗണ്ട് വേവ് ഒരു വാട്ടറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? it will refract away from the normal ആണ്. Okay, it will refract away from the normal. കാരണം എന്താ? സൗണ്ടിന്റെ വെലോസിറ്റി
സൗണ്ടിന്റെ വെലോസിറ്റി വാട്ടറിൽ കൂടുതലാണ്. വി സൗണ്ട് ഇൻ വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ എവിടെയാടാ വി സൗണ്ട് ഇൻ എയർ. സോ എവിടാ എന്തുണ്ടാവുക, ഈ റിഫ്രാക്ഷൻ ആംഗിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ ഇൻസിഡന്റ് ആംഗിൾ. ഓക്കെ, ഇവിടുത്തെ കേസിന് നേരെ ഓപ്പോസിറ്റ്. ലൈറ്റിന്റെ സ്പീഡ് എവിടെ കൂടുതൽ? എയറിൽ. സൗണ്ടിന്റെ സ്പീഡ് എവിടെ കൂടുതൽ? വാട്ടറിൽ. സോ ലൈറ്റ് വാട്ടറിനോട്ട് വരുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. സൗണ്ട് വാട്ടറിലോട്ട് വരുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ആ സൗണ്ടിലുള്ള വെലോസിറ്റിയിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ലൈറ്റ് മേ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. കറക്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞേ. വൈൽ സൗണ്ട് മേ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. രണ്ടും കറക്റ്റ് ആണ്. റൈറ്റ്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് എ നോർമൽ എന്താണ് വാട്ടറിലോട്ട് വരുമ്പോൾ, സൗണ്ട് എന്ന് പറഞ്ഞാൽ എവേ ഫ്രം ദ നോർമൽ വാട്ടറിലോട്ട് വരുമ്പോൾ. സോ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. പക്ഷേ ഇതൊരു ലോഞ്ചിറ്റ്യൂണൽ വേവും ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയതുകൊണ്ടല്ല ഇത് എന്താണ് ആ ഒരു ബെൻഡിങ്ങിലുള്ള ഡിഫറൻസ്, അത് അതിൻ്റെ സ്പീഡിലുള്ള ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ ആ രണ്ട് മീഡിയത്തിലുള്ള സൗണ്ടിൻ്റെയും ലൈറ്റിൻ്റെയും സ്പീഡിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. എന്താണ്? both statement is not the reason for statement 1. So C ആണ് ഓപ്ഷൻ correct. Both statement are correct, but the statement 2 is not the reason for statement 1. Both statement correct ആണ്. Okay, option C, right? Yes. അപ്പോൾ ആ കാര്യം ഓർത്തേക്ക. സൗണ്ടിന്റെ സ്പീഡ് എവിടെ കൂടുതൽ? വാട്ടറിൽ. സോളിഡ്സിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്, കാരണം പാർട്ടിക്കിൾസ് അടുത്താണ്. സോ ഇതിന്റെ ട്രാവൽ ചെയ്യുന്ന എളുപ്പമാണ്. ലൈറ്റിന് അങ്ങനെയല്ല, ലൈറ്റിന് ട്രാവൽ ചെയ്യുന്ന ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. റൈറ്റ്, ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, സോ എന്താണ്, it will bend away from the normal. വാട്ടറിലോട്ട് വരുമ്പോൾ ഒപ്റ്റിക്കലി ഡെൻസറിലോട്ട് വരുമ്പോൾ it will bend towards the normal, while എന്താണ് സൗണ്ട് will എന്താണ് bend away from the normal വാട്ടറിലോട്ട് വരുമ്പോൾ. ഓക്കെ, അതിന് സ്പീഡ് കൂടിയോടത്ത് നോർമലിന് എവേ ബെൻഡ് ചെയ്യും. ഓക്കെ, പറഞ്ഞ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഓക്കെ, കാര്യങ്ങൾ അറിയാൻ ചോദിക്കുന്നത്. അടുത്തത്, which of the following is not a simple harmonic motion? എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? എല്ലാവരും ചിലവർക്ക് അറിയുന്നുണ്ടാവുള്ളത്. ഓക്കെ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓസിലേറ്റിംഗ് മോഷൻ. നമ്മളെ ഒരു സിമ്പിൾ പെൻഡുലം പോലെ തന്നെ ഒരു ഓസിലേറ്റിംഗ് മോഷൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. പ്ലസ് ഒരു കണ്ടീഷൻ ഉള്ളത് എന്താണ്? ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. അതായത് ഇതൊരു എന്താണ് ജസ്റ്റ് ഒരു തൂക്കിയിട്ടിരിക്കുന്നത്, ജസ്റ്റ് ഒരു പെൻഡുലാന്ന് വിചാരിച്ചോ. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് മൂവ് ചെയ്യാതെ വെച്ചാൽ ആ ഒരു പൊസിഷൻ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ വരാം. സോ ഇയാളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വെച്ച്, ഓക്കെ, ഇങ്ങോട്ട് വെച്ച്. സോ ഇവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ പെൻഡുലം പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. സോ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇക്വിലിബ്രിയം പൊസിഷന് ഡിസ്റ്റൻസ് കൂട്ടുന്തോറും കൂടണം, റൈറ്റ്? അല്ലെങ്കിൽ കൂടുക എന്നുള്ളതാണ് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഒരു കണ്ടീഷൻ, SHM. ഓക്കെ, സോ ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് F2 ഇവിടെ F1 ആണെന്നുണ്ടെങ്കിൽ F2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ F1 ആവണം. സോ ഇത് സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ കറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം, നമ്മളൊരു സിമ്പിൾ പെൻഡുലം പിടിച്ചിട്ട് ഇവിടെ വെച്ചാൽ എന്താണ് കുറച്ചൊന്ന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയിട്ട് പിടിച്ച് വെച്ചാൽ നമുക്കൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഫീൽ ചെയ്യും. കുറച്ചും കൂടി മുകളിലോട്ട് വെച്ചാലോ അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടുതലല്ലേ, റൈറ്റ്? സോ അതിനെ നമ്മൾ എന്താ പറയുക, F പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. സോ എന്താണ് SHM എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, റൈറ്റ്? അതൊരു എന്താണ് ഒരു ഇക്വിലിബ്രിയം പൊസിഷനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓസിലേറ്റിംഗ് മോഷൻ ആണ്. അതോടുകൂടെ ഒരു കണ്ടീഷൻ ഉള്ളത്, ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഓക്കെ, സോ SHM. ഓക്കെ, ഇനി അങ്ങനത്തെ കണ്ടീഷൻ ഏതാ? പെൻഡുലം ഒരു SHM ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈറ്റ്? ഇനി ഓസിലേറ്റിംഗ് മാസ് അറ്റാച്ച് ടു എ സ്പ്രിങ്ങിന്റെ കേസ് എന്താടാ? നമുക്കറിയാം, സ്പ്രിങ് ഒരു ഓസിലേറ്റിംഗ് മോഷൻ അല്ലടാ. നമ്മൾ സ്പ്രിങ്ങിന് ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചാലോ ആ ഡിസ്റ്റൻസ് കൂടുന്തോറും ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടൂലേ, നമുക്കറിയുന്നതാണ്, റൈറ്റ്? അപ്പോൾ അതൊരു കറക്റ്റ് ആൻസർ ആണ്. വൈബ്രേറ്റിംഗ് സ്ട്രിംഗ് ഓഫ് എ ഗിറ്റാർ നമുക്കറിയുന്നതാണ്. ആ എന്താണ് അതവിടെ എന്താണ് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു പൊസിഷനെ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനെ നമ്മൾ വലിക്കും തോറും, കൂടുതൽ ഡിസ്റ്റൻസ് വലിക്കും തോറും അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും, റൈറ്റ്? സോ അതും ഒരു SHM ആണ്. സോ SHM അല്ലാത്ത ആരാണ്? എർത്ത് മൂവിങ് അറൌണ്ട് ദ സൺ. ഓക്കെ, അതൊരു ഓസിലേറ്ററി മോഷൻ പോലും അല്ല, റൈറ്റ്? അവിടെ എന്താണ് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇല്ല. സോ ഇറ്റ്സ് നോട്ട് ആൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ എല്ലാവരും ഓർത്തേക്കുക. അതൊരു ഓസിലേറ്ററി മോഷൻ ആവണം. പ്ലസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷന് ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവണം. ഓക്കെ, പെൻഡുലം മോഷൻ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഇതിലല്ലാത്തത് എർത്ത് മൂവിങ് അറൌണ്ട് ദ സൺ ആണ്.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കണം. സോ എക്കോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് കുറേ ടെക്സ്റ്റ് ബുക്കിലെല്ലാം പഠിച്ചതാണ്, റൈറ്റ്? ഇവിടുന്ന് ഒരാൾ ഒബ്ജക്റ്റ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി സോണാറിൽ ഡിസ്കസ് ചെയ്ത്, റൈറ്റ്? ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി റിഫ്ലക്റ്റിംഗ് സർഫസിനെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ ഒരു സമയം കേൾക്കാനെടുത്ത സമയം നമ്മൾ എങ്ങനെ ചെയ്യും? T is equal to 2D/V. ഓക്കെ, ഇനി ക്വസ്റ്റ്യനോട് നോക്ക്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ട്വിസ്റ്റഡാണ്. ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാം. എ ട്രെയിൻ ഈസ് മൂവിങ് ഓൺ എ സ്ട്രേറ്റ് ഹൊറിസോണ്ടൽ ട്രാക്ക് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 108 km/h. ഓക്കെ, 108 km/h ഒരാൾ ട്രെയിൻ പോകണേ. സോ വെൻ ദ എൻജിൻ ഓഫ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1200 മീറ്റർ, അതായത് ഫ്രം എ ഹിൽ, അതായത് ഒരു ഹില്ലിൽ നിന്ന് ഇയാളെ എൻജിൻ അല്ലെങ്കിൽ ഈ ട്രെയിനിൻ്റെ എൻജിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1200 ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് എ വിസിൽ ഓഫ് ഫ്രീക്വൻസി 550 Hz. സോ ആ ഒരു എന്താണ് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അസ്യൂമിങ് ദാറ്റ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ എയർ ഈസ് 330 m/s, ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് R. അതായത് ഇവിടുത്തെ കേസ്, ഇവിടെ ഒരു ഹില്ലുണ്ട്, ഇവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. സോ ചെറിയ ട്രെയിൻ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ട്രെയിനിൻ്റെ ലെങ്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, 1200 മീറ്റർ എന്നാണ് ഈ ഒരു ഡിസ്റ്റൻസ്, റൈറ്റ്? യെസ്, ഡിസ്റ്റൻസ്. സോ 108 km/h ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. സോ നമുക്ക് ഇപ്പം തന്നെ അയാൾ m/s മാറ്റാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണോ? 630 m/s ഈ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹില്ലിൻ്റെ അടുത്തോട്ട്. സോ ഇയാൾ ഈ എക്കോ എന്താണ് എത്ര സമയം കഴിഞ്ഞിട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻസ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, എക്കോ ഫ്രം ദ ഹിൽ ബി ഹേർഡ് ബൈ ആഫ്റ്റർ എന്താണ് 1/9 മിനിറ്റ്, പിന്നെയോ 20/3 സെക്കൻഡ്. ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതെല്ലാം ശ്രദ്ധിക്കണം, എല്ലാ ഓപ്ഷനും ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെയോ സോ ആ എക്കോ കേൾക്കുമ്പോൾ ഡ്രൈവറും എഞ്ചിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നും കൂടി ഓപ്ഷൻ തന്നിട്ടുണ്ട്. പ്ലസ് ഇയാൾ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് കാണാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്യണം ഏതൊക്കെ കറക്റ്റ് എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം എക്കോ കേൾക്കൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് നോക്കാം. ഓക്കെ, സോ എക്കോ കേൾക്കാനുള്ള സമയത്തിന് എന്താണ് ഇക്വേഷൻ? T is equal to 2D/V. ഓക്കെ, ഇനി D is equal to 1200 മീറ്റർ, V is equal to 330 m/s. അങ്ങനെ ചെയ്താലേ ഈ ഉത്തരം എന്ത് ചെയ്യും? തെറ്റിപ്പോവും. ആരും ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഈ ഒരു ഉത്തരം, ഈ ഒരു എന്താണ് ഓപ്ഷൻ ചെയ്യരുത്. കാരണം എന്താ, ഇവിടെ ഈ ട്രെയിൻ മൂവിങ് ആണ്. നമ്മൾ ആ ഒരു ഓപ്ഷൻ 2D/V ചെയ്തത് എപ്പോഴാണ്? ഞാൻ ഇവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കി, ആ ഒരു റിഫ്ലക്ടർ അവിടെ ഉണ്ട്, അവിടുന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ച് കേൾക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ, സൗണ്ടിൻ്റെ സോഴ്സ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കറക്റ്റാണ്. നേരെ മറിച്ച് ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, നിങ്ങൾ ആ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? അങ്ങോട്ട് D ഇങ്ങോട്ട് D, അങ്ങനെയാണ് ഈ 2D മുകളിൽ വന്നത്. പക്ഷെ ഞാൻ ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ D പ്ലസ് എന്താണ്, ഞാൻ അവിടെ എത്തുമ്പോൾ D തികച്ചില്ല. കാരണം എന്താ, ഞാൻ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് കുറഞ്ഞു, റൈറ്റ്? സോ ആ ഡിസ്റ്റൻസ് ഇവിടുന്ന് കുറക്കണം, എന്നിട്ട് നമുക്ക് എക്കോയിങ് ഓഫ് സൗണ്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് കേൾക്കാമെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ആ ഡിസ്റ്റൻസ് എത്രയാണ്, ആ കുറക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം, റൈറ്റ്? സോ T is equal to എത്രയാണോ ഡിസ്റ്റൻസ്? ഇയാൾ ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കി, സോ അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്റ്റൻസ് മാറ്റില്ല, റൈറ്റ്? നമ്മൾ 1200 മീറ്ററിലാണ് ഇയാൾ സൗണ്ട് ഉണ്ടാക്കി. സോ 1200 മീറ്റർ പ്ലസ് തിരിച്ചു വരാൻ 1200 മീറ്റർ ഇല്ല. കാരണം എന്താ, അയാൾ തിരിച്ചു വരുമ്പോഴത്തേനെ സൗണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴത്തേനെ ഇയാൾ കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? ആ ഡിസ്റ്റൻസ് എത്രയാണോ? 1200 നമ്മൾ കുറക്കണം. എത്ര കുറക്കണം? ഈ എക്കോക്ക് എടുത്ത സമയം കൊണ്ട് ട്രെയിൻ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ കുറക്കണം. അതെങ്ങനെയാണ് കാണാം? 30. അതിനാണ് നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട്. സോ എന്താണ്, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ട്രെയിനിൻ്റെ വെലോസിറ്റി 30, ടൈം എക്കോയിങ്ങിന് എടുത്ത സമയം. സോ ആ എക്കോയിനെ എന്താണ് ഇവിടുന്ന് ഉണ്ടാക്കി എക്കോ കേൾക്കാനെടുത്ത സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരം നമ്മൾ ഇതിൽ നിന്ന് കുറക്കണം, ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അത് സൗണ്ടിൻ്റെ എയറിലെ വെലോസിറ്റി എത്രയാടാ? 330 അല്ല തന്നിട്ടുണ്ട്. 330 എടുക്കാൻ 330, 340 അല്ല, 330. ഇനി ഇതങ്ങ് 340 ഓക്കെ, 330. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്താൽ മതി? ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് T കണ്ടുപിടിച്ചാൽ മതി, ഈസിയായി. നമുക്ക് എങ്ങനെ എഴുതുക? 330 T is equal to 1200 1200 എത്ര വരും? 2400.
2400 plus minus 30t, right? ഇത് സോൾവ് ചെയ്തൊക്കെ നിങ്ങൾ 360t ആവും, റൈറ്റ്? 360t is equal to 2400. So t is equal to 2400 divided by 360, right? So 240, I mean 120, നമുക്ക് എന്ത് എഴുതാം? 120 by 18 എഴുതാം, റൈറ്റ്? അല്ലെങ്കിൽ 60 by 9 എഴുതാം, 60 by 9 എഴുതാം, റൈറ്റ്? കുറച്ച് കൂടെ നോക്ക്, അപ്പോൾ കിട്ടും ആൻസർ, റൈറ്റ്? അല്ലെങ്കിൽ എത്ര എഴുതാം? 3 എത്ര പ്രാവശ്യം പോവാം? 20 by 3 എന്ന് എഴുതാം. സോ 20 by 3 എന്താണ്? 20 by 3 സെക്കൻഡ് ആണ്, റൈറ്റ്? ഇത്രയും സെക്കൻഡ് ആണ് എന്ത് നമ്മളെ എക്കോ കേൾക്കാൻ എടുക്കുന്ന സമയം. ഓക്കെ, ഇനി ഓപ്ഷനിലോട്ട് പോവാം. യെസ്, ഡി ഓപ്ഷൻ കറക്റ്റ് ആണ്. 20 by 3 സെക്കൻഡ്. ഇനി മിനിറ്റോ? 20 by 3 സെക്കൻഡ് എത്ര മിനിറ്റാടാ? 20 by 3 ഇൻറ്റു ചെയ്തോക്കെ. 20 by 3 ഇൻറ്റു 20 by 3 ഇൻറ്റു 60 ചെയ്തോക്കെ. ഡിവൈഡ് ബൈ 60 ചെയ്തോക്കെ, സോറി, മിനിറ്റിലോട്ട് മാറ്റാനേ. നമുക്ക് കിട്ടും എത്രയാ? 20 by 180 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 10 by 90 മീൻസ് എത്രയാ? 1 by 9 വരും, 1 by 9 മിനിറ്റ് വരും. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. ഇനി ദ ഡിസ്റ്റൻസ് ഫ്രം ദ എഞ്ചിൻ ഫ്രം ദ ഹിൽ, ഡിസ്റ്റൻസ് ഓഫ് എഞ്ചിൻ ഫ്രം ഹിൽ അറ്റ് വിച്ച് എക്കോ ഈസ് ഹെഡ് ബൈ ഡ്രൈവർ ഈസ് 100 മീറ്റർ. നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എക്കോ കേൾക്കാനെടുത്ത സമയത്തടാ 20 by 3 സെക്കൻഡ്. ആ സമയം കൊണ്ട് ഇയാൾ എത്ര ദൂരം സഞ്ചരിക്കും? ഇയാളെ സ്പീഡ് നമുക്ക് ഓൾറെഡി അറിയാം, റൈറ്റ്? ഇയാളെ സ്പീഡ് നമുക്ക് ഓൾറെഡി അറിയാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ, ഐ മീൻ ട്രെയിൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ ഇസ് ഈക്വൽ എത്രയാ? 20 by 3. അതായത് എക്കോ എടുത്ത സമയം ഇൻറ്റു അയാളെ വെലോസിറ്റി 30. എത്രയുടെ ആൻസർ വരാം? 200. സോ ഇയാളെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇയാളെ ഇവിടെ ഒരു 200 ഡിസ്റ്റൻസ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. സോ നിലവിൽ ഇയാളെ ഡ്രൈവറും ഈ ഹില്ലും നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാ? 1200 മൈനസ് 200, എത്രയാടാ? 1000 മീറ്റർ. കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. എക്കോ കേട്ടതിന് ശേഷം അല്ലെങ്കിൽ എക്കോ കേൾക്കുമ്പോൾ ഡ്രൈവറും ഈ ഡ്രൈവറും ഹില്ലും നമ്മളെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, മിക്കവാറും അതും ശരിയായിരിക്കും. കാരണം എന്താ? ഓപ്ഷൻ 3 ഓപ്ഷനൊക്കെ കറക്റ്റ്, റൈറ്റ്? വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ആണ് കാണാൻ ചോദിച്ചത്. നമുക്ക് എന്തറിയാം? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നറിയാം. സോ ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ്. വി എത്രടാ? 330 ഓൾറെഡി തന്നിട്ടുണ്ട്, റൈറ്റ്? എഫ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, റൈറ്റ്? 550. എത്രടാ ആൻസർ? 3 by 5, റൈറ്റ്? 3 by 5 മീറ്റർ. 3 by 5 മീറ്റർ, ഐ മീൻ എത്ര ആൻസർ വരാം? 3 by 5 60 സെന്റിമീറ്റർ, റൈറ്റ്? കറക്റ്റാണ്. 0.6 മീറ്റർ വരും, റൈറ്റ്? 0.6 മീറ്റർ ഈസ് ഈക്വൽ ടു 60 സെന്റിമീറ്റർ. ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഓർത്ത് വെക്കുക. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഈ ഇക്വേഷൻ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. NSC-JS പഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഇക്വേഷൻ എവിടുന്ന് കിട്ടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, റൈറ്റ്? നമ്മൾ അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ഡി, ഇങ്ങോട്ട് വരാനുള്ള ഡിസ്റ്റൻസ് ഡി, അങ്ങനെയാണ് ഈ 2D വന്നത്. പക്ഷേ ഇവിടുത്തെ കേസ് സോഴ്സ് മൂവ് ചെയ്യുന്നതുകൊണ്ട്, സൗണ്ട് ഉണ്ടാക്കുന്ന സോഴ്സ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇയാൾ പോയി തിരിച്ചു വരുമ്പോഴത്തേനെ ഈ സോഴ്സും കൂടി കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. സോ ആ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് എടുത്തിട്ട് തിരിച്ചു വരാനുള്ള ഡിസ്റ്റൻസ് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇയാളെ വെലോസിറ്റി ഇൻറ്റു എക്കോയിങ്ങിന് എടുത്ത സമയം ഇൻറ്റു ടി. ഓക്കെ, അത് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ വന്നേ. ഓക്കെ, പിന്നെ നമ്മൾ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. എന്ത് ചെയ്ത് നമ്മൾ സെക്കൻഡ്സിന് മിനിറ്റിലോട്ട് മാറ്റി നോക്കി, അപ്പോൾ കറക്റ്റ് ആൻസർ ആണ്. പ്ലസ് നമ്മളെ ഡ്രൈവറും ഹില്ലും നമ്മൾ ആ ഡിസ്റ്റൻസ് എക്കോ കേൾക്കുമ്പോൾ, അതായത് എക്കോയിനെടുത്ത സമയം ഇൻറ്റു ഇയാൾ വെലോസിറ്റി ചെയ്ത് നോക്കിയത് നമുക്ക് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് കിട്ടി. സോ ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് കവർ ചെയ്ത ഡിസ്റ്റൻസ് മൈനസ് ചെയ്തപ്പോൾ കാറും ഹില്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടി, റൈറ്റ്? അതുപോലെ നമ്മൾ എന്ത് ചെയ്ത് വേവ് ലെങ്ത് കാട്ടി. ഈസി. സോ ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. An engine approaches a vertical cliff with a constant speed of 72 km/h. Okay, when the engine is at a distance 0.7 km from the cliff, it blows a whistle. The driver hears the echo after a time. Same question, right? Same question. ഇവിടെ ഒരു ഹില്ല് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്, വാട്ട് എവർ. സോ ഇവിടുന്ന് ഒരാളെ വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ
അവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 72 km/h. സോ വേഗം നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം, റൈറ്റ്. 5/18 എത്രടാ 4, റൈറ്റ്. യെസ്, 4 into 5 20 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇയാൾ വന്നുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്. വെൻ ദ എഞ്ചിൻ അറ്റ് ഡിസ്റ്റൻസ് 0.7 km. ഡിസ്റ്റൻസ് തന്നിട്ട് എത്രയാണ്? 0.7 km. അല്ലെങ്കിൽ നമുക്ക് 700 മീറ്റർ എന്ന് എഴുതാം, റൈറ്റ്. പിന്നെയോ ഒരു വിസിലിന് അങ്ങനെയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നത്? നമ്മൾ നേരത്തെ ചെയ്തു അതുപോലെ, റൈറ്റ്. ടി ഈസ് ഈക്വൽ ടു ഇയാൾ മൂവ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എന്താണ് തിരിച്ചു വരുമ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ കുറക്കണം. ഓക്കെ, അങ്ങോട്ട് പോകാനെടുത്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 700. ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളത് പോയി അവിടെ തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാൾ കുറച്ച് സമയം ദൂരം മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിസ്റ്റൻസ് നമ്മൾ 700 കുറക്കണം. കുറക്കൽ എങ്ങനെയാ? കാറിൻ്റെ സ്പീഡ് ഇൻറ്റു എക്കോയിങ്ങിനെടുത്ത സമയം ടി. ഓക്കെ, പിന്നെ നമ്മൾ സോൾവ് ചെയ്താൽ ആൻസറായി. അതിൽ സ്പീഡ് എത്ര തന്നിട്ടുണ്ട്? 330. സൗണ്ടിൻ്റെ എയറിലുള്ള സ്പീഡ് തന്നിട്ടുണ്ട് 330. സോ ഈ ആൻസർ ഇനി ചെയ്താൽ മതി. 330 ടി ഇസ് ഈക്വൽ ടു 700. ഓക്കെ ഓക്കെ 1400 minus 20t. Okay, so 350t is equal to 1400, right? So t is equal to 1400 divided by 350. Okay, so 20/5, right? 20/5 4 meter answer varum. 4 second answer varum. 140/35, right? 70 35 70 right into plus 70. Okay, 4 second answer ചെയ്ത്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്കോയിങ് ഓഫ് സൗണ്ടിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചു വരാവുന്ന ഡിസ്റ്റൻസിന് സോഴ്സിൻ്റെ വെലോസിറ്റി ഇൻറ്റു എക്കോയിങ്ങിനടുത്ത സമയം കൂടി കുറക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് ഇനി ഓർമ്മ വേണം. 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി വരാണ്ട് ഓക്കെ നമ്മൾ ചെയ്യും. സോ വേവ് ലെങ്ത് ഈസ്, ഇനി വേവ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചത്, ഏതൊക്കെ മാച്ച് ചെയ്യണം? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 period of oscillation of particle in the medium. Okay, the distance between 2 particles which are in the same phase, half of the distance between 2 particles which are in the same phase. എന്താണ് വേവ് ലെങ്ത്? ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിലാണെങ്കിൽ ഒരു ക്രസ്റ്റും മറ്റൊരു ക്രസ്റ്റും അല്ലെങ്കിൽ ഒരു ട്രഫും മറ്റൊരു ട്രഫും റൈറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്രഷനും മറ്റൊരു കംപ്രഷനും, ഒരു റാരിഫ്രാക്ഷനും മറ്റൊരു റാരിഫ്രാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഇനി ഓപ്ഷൻസിലോട്ട് നോക്ക്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 period of oscillation of a particle in the medium. കറക്റ്റ് ആണ്, റൈറ്റ്. അതിനാണ് നമ്മൾ പീരിയഡിന്റെ ഡെഫിനിഷൻ ആണത്, റൈറ്റ്. ഒരു വേവ് ലെങ്ത് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയാം? പീരിയഡ് എന്ന് പറയാം. സോ ഒരു പീരിയഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? വേവ് ലെങ്ത്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 particles which are in the same phase. അത് കറക്റ്റ് ആണ്, റൈറ്റ്. സെയിം ഫേസ് പറഞ്ഞാൽ എന്താടാ? സെയിം ഫേസ് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഇവിടെ നിൽക്കുന്ന ഒരാൾ, ഓക്കെ ഇവിടെ നിൽക്കുന്ന ഒരാൾ ഇങ്ങോട്ടാണ് പോകുന്നത്. സോ ഈ ഒരു സെയിം ഫേസ് പറഞ്ഞാൽ ഓക്കെ ഇവിടെ നിൽക്കുന്ന ഒരാൾ, സോ ഇയാളും സെയിം ഫേസിലാണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാം, റൈറ്റ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാം. സോ ആ ഒരു ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്, റൈറ്റ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. ഇനിയോ ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 particles which are in the same phase. അല്ല, സെയിം ഫേസിലുള്ള ആ ഡിസ്റ്റൻസ് തമ്മിലുള്ള സെയിം ഫേസിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയാം? വേവ് ലെങ്ത് പറയാം. അതിന്റെ ഹാഫ് എന്തായിരിക്കും? λ/2 ആയിരിക്കും. സോ ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റ്, റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് വേവ് ഫ്രീക്വൻസി 71 × 10⁴ Hz with a speed of 3 × 10⁸ meter per second. The wavelength of the wave is easy, right? V is equal to f lambda. Lambda is equal to V/f. V V 3 × 10⁸ meter per second. 3 × 10⁸ meter per second divided by frequency എത്ര എന്നുണ്ട്? ഫ്രീക്വൻസി എന്നുണ്ട്, റൈറ്റ്. 71 × 10⁴. 71 × 10⁴. ഓക്കെ ഓക്കെ, സോ 60
ഏതൊക്കെയാണ് ഓപ്ഷൻ? 10 raised to 4 into 10 raised to 4 3/71. ഓക്കെ, ചെയ്ത് നിങ്ങൾക്ക് അറൗണ്ട് 422 പോയിന്റ് സംതിങ്, റൈറ്റ്? 422.5 ഇവിടെ ആൻസർ ഉണ്ട്, റൈറ്റ്? ഇതായിരിക്കും ആൻസറേ. ഓക്കെ, ചെയ്യാം. അത് ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എല്ലാവർക്കും അറിയാം. സോ നമുക്ക് ലാംഡ കാണാനേ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഓക്കെ, ഈസി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. Sound waves traveling in air enters water at an angle I with a normal. Okay, it gets refracted at an angle R with. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെ. നമ്മൾ നേരത്തെ ലൈറ്റും സൗണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് ഇവിടെ സൗണ്ടിന്റെ കേസ് മാത്രം. സോ സൗണ്ട് എന്ത് ചെയ്യും? സൗണ്ട് വാട്ടറിലോട്ട് വരുമ്പോൾ അതിന് സ്പീഡ് കൂടുതലാണ്. സോ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ ആണ്, റൈറ്റ്? സൗണ്ട് വാട്ടറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ വാട്ടർ, റൈറ്റ്? സോ ഇതാണ് ഇൻസിഡന്റ് ആംഗിൾ എന്നുണ്ടെങ്കിൽ, ഇത് റിഫ്രാക്റ്റഡ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റഡ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? ഇൻസിഡന്റ് ആംഗിൾ, റൈറ്റ്? ഇവിടെ ഒരു പിക്ചർ എല്ലാം കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ട്രാവൽ ഫാസ്റ്റർ അണ്ടർ വാട്ടർ ഇൻ ദ എയർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈറ്റ്? സോ ഫാസ്റ്റർ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. അങ്ങനെ ആകുമ്പോൾ റിഫ്രാക്ട് ചെയ്ത ആംഗിൾ എന്ത് ചെയ്യും? ഇൻസിഡന്റ് ആംഗിളിനെക്കാട്ടി കൂടുതലായിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, റൈറ്റ്? ഓപ്ഷൻ ബി, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സ്റ്റേറ്റ്മെന്റ് എ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നുണ്ട്. ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ് ഓൺലി. സ്റ്റേറ്റ്മെന്റ് ബി, longitudinal waves can travel through solid, liquids and gases. Okay, ആരടാ ട്രാൻസ്വേഴ്സ് വേവ്സ്? ക്രസ്റ്റും ട്രഫും ഉള്ള വേവ്സ് നമ്മൾ എന്ത് പറയാം? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയാം. ഓക്കെ, ഏതൊരു എക്സാമ്പിൾസ്? റിപ്പിൾസ്, റൈറ്റ്? റിപ്പിൾസ് ഒരു എക്സാമ്പിൾസ് ആണ്. നമ്മൾ വെള്ളത്തിൻ്റെ സർഫേസിലെല്ലാം കാണുന്ന റിപ്പിൾസ്, റൈറ്റ്? അവിടെ ഒരു ക്രസ്റ്റും ട്രഫും എല്ലാം ഉണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ ഈ ഓപ്ഷൻ തെറ്റാണ്. കാരണം എന്താ? സോളിഡ്സ് ഓൺലി അല്ല. നിങ്ങൾ റിപ്പിൾസ് എവിടെ കാണില്ലേ? ലിക്വിഡിൻ്റെ സർഫേസിലാണ്, റൈറ്റ്? സോ എവിടെയൊക്കെ ട്രാൻസ്വേഴ്സ് വേവിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? സോളിഡ്സിലും ലിക്വിഡിൻ്റെ സർഫേസിലുമാണ്. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ക്യാൻ ട്രാവൽ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്, റൈറ്റ്? ഇനി ലോഞ്ചിറ്റ്യൂണൽ വേവ് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. കറക്റ്റ് ആണ്, റൈറ്റ്? സ്റ്റേറ്റ്മെന്റ് ബി ഈസ് ട്രൂ. നമുക്കറിയാം ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെ എക്സാമ്പിൾ ആരാണ്? സൗണ്ട് വേവിന് എവിടെയൊക്കെ ട്രാവൽ ചെയ്യാം? സോളിഡ്സിൽ ട്രാവൽ ചെയ്യാം, ലിക്വിഡ്സിൽ ട്രാവൽ ചെയ്യാം, ഗ്യാസസ് ട്രാവൽ ചെയ്യാം. സോളിഡ്സിലാണ് അതിന് കൂടുതൽ സ്പീഡ് കമ്പയർഡ് ടു ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അടുത്ത ഓപ്ഷൻ ബി. ഓക്കെ, ജസ്റ്റ് ട്രാൻസ്വേഴ്സ് വേവ്സിനെയും ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനെയും കുറച്ച് പെക്യുലാരിറ്റീസ് ആണ്, ഓർത്ത് വെച്ചോ, നല്ലതാണ്, ഉപകാരപ്പെടും. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ്സ് പറഞ്ഞാൽ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. നമുക്കറിയുന്ന കാര്യമാണ്, റൈറ്റ്? ക്രസ്റ്റും ട്രഫും ഉള്ളതുകൊണ്ട് തന്നെ ഈ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ എന്താണ്? ഇതിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മറ്റേത് എന്താണ്? കംപ്രഷൻസും റാരിഫ്രാക്ഷൻസ് ആണ്. സോ ഇറ്റ് ഈസ് പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് മൂവ്മെന്റ്, എന്ത്? പാർട്ടിക്കിളിന്റെ മോഷൻ, റൈറ്റ്? ഇനിയോ ആൾട്ടർനേറ്റീവ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ്, റൈറ്റ്? ഇവിടെ കംപ്രഷൻസും റാരിഫ്രാക്ഷൻസും ആണെന്ന് പറഞ്ഞ്. ഇനിയോ okay, these waves can be formed in solids and on the surface of the liquids only at a transverse wave. ഞാൻ പറഞ്ഞ റിപ്പിൾസ് ആലോചിച്ച് നോക്കിയാൽ മതി, റൈറ്റ്? റിപ്പിൾസ് സർഫസ് ഓഫ് വേവിലും ഇയാൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇത് ഇറ്റ് ക്യാൻ ബി ഫോംഡ് ഇൻ എനി മീഡിയം, റൈറ്റ്? സൗണ്ട് ആലോചിച്ച് നോക്കിയാൽ മതി, ആരെ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്. പിന്നെയോ വെൻ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ദെർ ആർ നോ പ്രഷർ ചേഞ്ചസ് ഇൻ ദ മീഡിയം. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം, അല്ലെങ്കിൽ ഓർത്ത് വെക്കാം. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പെക്യുലാരിറ്റീസ്, അവർ തമ്മിലുള്ള പെക്യുലാരിറ്റീസ് അവർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണം. എ വേവ് ഈസ് സെൻഡ് along a string by oscillating at one end. If the tension in the string is increased, then the speed of the wave and wavelength of the wave. അതായത് ഒരു സ്ട്രിങ്ങിൽ നമ്മളൊരു വേവ് ഉണ്ടാക്കി, അങ്ങനെ എന്താണ് സ്ട്രിങ്ങിൽ നമ്മൾ ഒരു ഭാഗത്ത് ഓസിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വേവ് ഉണ്ടാക്കി, എന്നിട്ട് അതിനെന്തേ നമ്മൾ സ്ട്രിങ്ങിന് ടെൻഷൻ കൂട്ടി, എന്നിട്ട് അപ്പോൾ അതിൻ്റെ വേവിന് എന്താ സംഭവിക്കുന്നത്? വേവിൻ്റെ സ്പീഡിനും വേവ് ലെങ്ത്തിനും എന്താ സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, സോ സ്ട്രിങ്ങിലെ വേവിൻ്റെ സ്പീഡിന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്, √T/υ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, സോ NSE പോലുള്ള എക്സാംസിന് നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറമുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് നമുക്കറിയാം. സോ ചില അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത്, റൈറ്റ്? സൗണ്ടിൻ്റെ സോഴ്സ് മൂവ് ചെയ്യുമ്പോഴുള്ള ക്വസ്റ്റ്യനെല്ലാം നമ്മൾ ചെയ്ത്, റൈറ്റ്? അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പഠിച്ചേക്കണം. സോ ഇവിടെ ചോദ്യം എന്താ? ടെൻഷൻ കൂട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വേവ് ലെങ്ത്തിനും സ്പീഡിനും എന്താ സംഭവിക്കുന്നതാണ് ചോദിച്ചത്, റൈറ്റ്? സ്പീഡിനും വേവ് ലെങ്ത്തിനും എന്താ സംഭവിക്കുന്നതാണ് ചോദിച്ചത്. ഓക്കെ, സോ നമുക്കറിയാം ടി എന്താണ്? ഇവിടെ ടെൻഷൻ ആണ്. ഓക്കെ, സോ ടി കൂട്ടിയാൽ ആര് കൂടും? വെലോസിറ്റി കൂടും, റൈറ്റ്? സോ വെലോസിറ്റി കൂടും, റൈറ്റ്? ഇനി വേവ് ലെങ്ത്തിന് എന്താ ചോദ്യം ചോദിച്ചത്, റൈറ്റ്? നമുക്കറിയാം V =
എഫ് ലാംഡ ആണ് റൈറ്റ്. സോ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം വി ബൈ എഫ്. സോ നമ്മൾ ഓൾറെഡി കണ്ട് വി കൂടും, വി കൂടി എന്ത് സംഭവിക്കും ലാംഡയും കൂടും. As v increases, lambda also increases. Okay, so option ഏതാ both increases, right? Easy question. So ഈ കാര്യം ഓർത്ത് വെക്കാം. ഒരു സ്ട്രിങ്ങിലെ എന്താണ് നമ്മൾ ടെൻഷൻ കൂട്ടിയാൽ അതിലുണ്ടാകുന്ന വേവിൻ്റെ സ്പീഡ് കൂടും. സോ ആ ഒരു വേവിൻ്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്തത് v is equal to root of t by nu. Okay, both increases. അല്ല സ്പീഡും വേവ് ലെങ്ത്തും കൂടും ടെൻഷൻ കൂട്ടിയാൽ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഓക്കെ, അഗെയിൻ എക്കോയിങ് ഓഫ് സൗണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ മാൻ സ്റ്റാൻഡ്സ് ഇൻ ബിറ്റ്വീൻ ടു ക്ലിഫ്സ് ആൻഡ് ഫയർസ് എ ഗൺ. He hears two successive echoes after 3 seconds and 5 seconds. Okay, what is the distance between two cliffs? ഒന്നുമില്ല, ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, മറ്റേതുപോലെ കൺഫ്യൂസിങ് ആയിട്ടൊന്നുമില്ല. ഇയാള് രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കുന്നത്. ഓക്കെ, സോ ഇയാളൊരു സൗണ്ട് ഉണ്ടാക്കുന്നത്, ഒരു എക്കോ ഇയാൾ കേൾക്കുന്നത് 3 സെക്കൻഡും ഒരു എക്കോ ഇയാൾ കേൾക്കുന്നത് 5 സെക്കൻഡിനും ശേഷമാണ്. ഓക്കെ, സോ ഇത് നമുക്ക് D1 എഴുതാം, ഇയാൾ നമ്മുടെ ഡിസ്റ്റൻസ് D2 എന്ന് എഴുതാം. ഓക്കെ, ചോദ്യം എന്താ ടോട്ടൽ ഡിസ്റ്റൻസ്, രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസ് തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് D1 പ്ലസ് D2 ആണ് ചോദിച്ചത്. സോ D1 എന്താടാ നമ്മൾ പറയാം VT/2 റൈറ്റ്. എങ്ങനെയാടാ V is equal to 2D by T. So D is equal to VT/2 right. So VT1/2 പ്ലസ് ഈ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് എക്കോയിങ് കേൾക്കുന്ന സൗണ്ടും ഡിഫറെൻറ്റ് സമയത്തായിരിക്കും. സോ T1 എഴുതാം നമുക്ക്. അതുപോലെ VT2/2 എന്ന് എഴുതാം. ഓക്കെ, വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട് 330 തന്നിട്ടുണ്ട്. സോ നമുക്ക് അതുപോലെ എഴുതാം. സൗണ്ടിൻ്റെ ഏറിയുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട് 330. T1 എത്ര തന്നിട്ടുണ്ട്, ഒരാൾ ഒരു സമയം 3ഉം ഒരു സമയം 5ഉം ആണ്. സോ നമുക്ക് ഇത് 3 എന്ന് എടുക്കാം, /2 പ്ലസ് 330 ഇൻറ്റു 5/2 റൈറ്റ്. സോ എത്രയാണ് ആൻസർ 330/2 5 + 3 8 ആൻസർ വരും റൈറ്റ്. സോ 4 ഇൻറ്റു 330 എത്രയാണ് ആൻസർ വരാം 120 132 1320 റൈറ്റ്. യെസ് 1320 1320 മീറ്റർ. ഓക്കെ, 1320 മീറ്റർ. ഒന്നുമില്ല, ഇയാൾ ഇവിടുന്ന് സൗണ്ട് ഉണ്ടാക്കി, ഇയാൾ ആ ഒരു സൗണ്ട് കേട്ടത് 3 സെക്കൻഡിന് ശേഷമാണ്, മറ്റേ സൗണ്ട് കേട്ടത് 5 സെക്കൻഡിന് ശേഷമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചത്. സോ നമ്മൾ D1 D2 എന്നെടുത്ത് രണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് D1 D2 എന്നെടുത്ത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D1 + D2 ആയിരിക്കും. അതിന് നമ്മൾ എന്ത് എഴുതി VT2/2 എന്ന് എഴുതി. ഇവിടെ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം, കാരണം എന്താ ഇവിടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല റൈറ്റ്, അല്ലെങ്കിൽ സോഴ്സ് മൂവ് ചെയ്യുന്നില്ല, സൗണ്ട് ഉണ്ടാക്കിയ ആൾ മൂവ് ചെയ്യുന്നില്ല. സോ VT1/2 പ്ലസ് VT2/2 എന്ന് എടുത്ത് അവിടെ നമ്മൾ T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ട് 1320 മീറ്റർ ആൻസർ വന്നേ റൈറ്റ്. യെസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കണം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. In a ripple tank, 10 full ripples are produced in 1 second. The distance between a trough and the crest is 15 cm. Calculate frequency, wavelength and velocity of the ripples. Frequency, wavelength, velocity കാണാനാണ്. ഈസി അല്ലടാ. എന്താടാ ഫ്രീക്വൻസി എന്താ, ഒരു സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടാവുന്നോ അതിനാണ് നമ്മൾ എന്താ പറയുക ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്ക്, 10 full ripples are produced in 1 second. So എത്രയുടെ ഫ്രീക്വൻസി 10 ഹെർട്സ്. 10 full ripples എന്നാൽ 10 waves right. So 10 waves ഉണ്ടാവുന്നേ എത്രയില്ലേ ഒരു സെക്കൻഡിലെ. സോ 10 ഹെർട്സ് ഫ്രീക്വൻസി. ഇനി ചോദ്യം എന്താ, വേവ് ലെങ്ത് കാണണ്ടേ. സോ വേവ് ലെങ്ത് എത്ര, വേവ് ലെങ്ത് കാണാൻ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഒരു ക്രസ്റ്റും ഒരു ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്ററാ. നോക്കടാ, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് 15 സെന്റിമീറ്റർ. ഇതെന്താണ് λ/2 ആണ് റൈറ്റ്. ഇവിടുന്ന് ഇവിടെ എത്തുന്നത് ലാംഡ. സോ ഒരു ക്രസ്റ്റും ഒരു ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ λ/2. സോ λ/2 എത്ര തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ ഇൻറ്റു 10⁻² മീറ്റർ റൈറ്റ്. സോ ലാംഡ നമുക്ക് എത്ര എഴുതാം 30 × 10⁻². 30 × 10⁻² മീറ്റർ റൈറ്റ്. ഇനി എന്തോ വെലോസിറ്റി കാണാനുള്ളത്, വെലോസിറ്റി കാണേണ്ട ആൻസർ ആയി V is equal to f lambda. ഈസി അല്ലേ, നമുക്ക് ഫ്രീക്വൻസിൻ്റെ വേവ് ലെങ്ത് ഉണ്ട്. ഫ്രീക്വൻസി എത്രയാണ് 10, വേവ് ലെങ്ത് എത്രയാണ് 30 × 10⁻². 30 × 10⁻². ഓക്കെ, സോ 300 × 10⁻², 0.3 300 × 10⁻3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ എത്രയാടാ 10 0.3 13 × 10⁻², 3
10.3 is 0.3. Okay, 30 into 10⁻², എത്ര വരും? 0.3 വരും. 3 meter per second. Okay, that's right. Yes. സോ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തേ, ഫ്രീക്വൻസി എന്താ നമ്മൾ ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടാവുന്നത് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. അത് നമ്മൾ ക്വസ്റ്റിനെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. പിന്നെയോ λ/2, ഒരു കസ്റ്റമർ ട്രഫ് നമ്മളെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, λ/2 തന്നിട്ടുണ്ട്. സോ അവിടെ നമ്മൾ ലാംഡ കണ്ടു, 2 into എത്രയാണ് ഡിസ്റ്റൻസ് അത്. അവിടെ നമ്മൾ v = f λ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി കണ്ട്. ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാം. വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ പാരാമെഡിക്കൽ സ്റ്റാഫ് നഴ്സ് ഇംപ്രൂവൈസസ് സെക്കൻഡ്സ് പെൻഡുലം, ടൈം പീരീഡ് ഓഫ് 2 seconds. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കാം. ബൈ ഫിക്സിംഗ് വൺ എൻഡ് ഓഫ് എ സ്ട്രിംഗ് ടു ലെങ്ത് L to a ceiling and the other end to a heavy object of negligible size. Okay, സോ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് എന്താണ്, ഒരു സിമ്പിൾ പെൻഡുലം, ടൈം പീരീഡ് 2 seconds ഒരു സിമ്പിൾ പെൻഡുലം ഇംപ്രൂവൈസ് ചെയ്യണേ. അയാളെ ലെങ്ത് തന്നിട്ടുണ്ട് L ആണ്. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ ഒരു കണ്ടീഷൻ, ഒരു ഹേർട്ട് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഇത് ഇംപ്രൂവൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ 60 oscillations, within 60 oscillation of this pendulum she finds that the pulse of a wounded soldier beats on 10 times. അതായത് ഈ പെൻഡുലം 60 oscillation കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സോൾജിയറെ ഹേർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 110 times ആണ്. ഓക്കെ, പിന്നെ രണ്ട് സിംറ്റംസ് തന്നിട്ടുണ്ട്. ബ്രാക്കിക്കാർഡിയ എന്ന് പറഞ്ഞ ഒരു സിംറ്റം തന്നിട്ടുണ്ട്. അതിന് പ്രശ്നം എന്താ വെച്ചാൽ പെർ മിനിറ്റിൽ ലെസ് ദാൻ 60 times ആയിരിക്കും നമ്മൾ ഹേർട്ട് ബീറ്റ് ചെയ്യുക. നമുക്കറിയാം അറൗണ്ട് 72 ആണ് ഒരു ഹെൽത്തി ബോഡി എന്താണ് ഹേർട്ട് ബീറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ബ്രാക്കിക്കാർഡിയ ആണോ അല്ലെങ്കിൽ ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ഹേർട്ട് ബീറ്റ് ഉണ്ടാവുന്ന 100 per minute. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയാളെ അസുഖം എന്താണെന്നാണ് ചോദിച്ചത്, ഈ സോൾജിയർ അസുഖം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഇയാൾ ടൈം പീരീഡ് 2 seconds ആവും, 60 oscillation. ടൈം പീരീഡ് പറഞ്ഞാൽ എന്താവും, ടൈം പീരീഡ് പറഞ്ഞാൽ ഓരോ ഓസിലേഷൻ എടുക്കുന്ന സമയമാവും. സോ 60 oscillation കൊണ്ട് ഇയാളെ എന്താണ് ഹേർട്ട് ബീറ്റ് 110 times ആവും. ഓക്കെ, സോ 60 oscillation എടുക്കുന്ന സമയം എത്രയാവും, 120 seconds, റൈറ്റ്, 120 seconds. സോ 120 secondsലെ ഇയാളെ ഹേർട്ട് എത്ര ബീറ്റ് ചെയ്തേ, 120 secondsലെ ഇയാളെ ഹേർട്ട് ബീറ്റ് ചെയ്തേ 110 times ആവും. ഓക്കെ, നമ്മളെ അങ്ങനെ കണ്ടുപിടിച്ച് 60 oscillationലാണ് 110 സമയം ഇയാളെ ഹേർട്ട് ബീറ്റ് ഉണ്ടായത്. സോ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 2 seconds ആണ്. സോ 60 oscillation എടുക്കുന്ന സമയം 120 seconds ആണ്. 120 secondലെ 110 സമയം ഇയാൾ ഹേർട്ട് ബീറ്റ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഏത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, പെർ മിനിറ്റിലാണ് ഈ രണ്ട് അസുഖവും പറയുന്നത്. ഓക്കെ, പെർ മിനിറ്റിലാണ് ഈ രണ്ട് അസുഖവും പറയുന്നത്. സോ നമുക്ക് ഇയാൾ പെർ മിനിറ്റിലോട്ട് 120 seconds ഇയാളെ നമുക്ക് എന്ത് ചെയ്യാം, പെർ മിനിറ്റിലോട്ടാക്കാം. 120 seconds പറഞ്ഞാൽ 60 seconds, റൈറ്റ്, 60 seconds ആണ് 1 minute. 120 seconds നമ്മൾ മാറ്റണം. സോ 60 secondൽ ഇയാളെ ഹേർട്ട് എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യും, 55 times. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാം. റൈറ്റ്, അണ്ടർ 60 beats per minute ഏതാ അസുഖം, ബ്രാക്കിക്കാർഡിയ. ഇയാളെ അസുഖം ഏതാ, ബ്രാക്കിക്കാർഡിയ, റൈറ്റ്. ബട്ട് ബ്രാക്കിക്കാർഡിയ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി എന്താ ചോദിച്ചത്, എന്താ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഇസ് നിയർലി. ഓക്കെ, സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. സോ ഇതൊരു സിമ്പിൾ പെൻഡുല. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് T = 2π × √L/g. ഓക്കെ, സോ എല്ലാവരും ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, L എന്ന് പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്, G പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇനി ടൈം പീരീഡ് ചോദിച്ചത്, സോറി ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചത്, L എത്രയാണെന്ന് ചോദിച്ചത്. ഓക്കെ, നമുക്ക് ടൈം പീരീഡ് തന്നിട്ടുണ്ട് 2 seconds. 2 seconds = 2π × √L/g. ഓക്കെ, ഈ 2 കട്ടായി പോയാൽ √L/g ഇങ്ങോട്ട് എടുത്താൽ √g/L ആവും, g/L. ഓക്കെ, നമുക്ക് g/L is equal to π. സോ എന്താണ്, g/L is equal to π² എന്ന് എഴുതാം, റൈറ്റ്. എന്ത് എഴുതാം, നമുക്ക് എല്ലാം ഉണ്ട്. സോ L is equal to g/π². g എത്രയാണ്, അറൗണ്ട് 9.8 ആണ്, റൈറ്റ്. π² എത്ര, π പറഞ്ഞാൽ 3.14. സോ π² അറൗണ്ട് 9.9 സംതിങ് വരും. ഓക്കെ, സോ ദിസ് ഈസ് അറൗണ്ട് എന്താണ് 1 meter ആണ്. ഓക്കെടാ, ആൻസർ ഓക്കെ, 1 meter ബ്രാക്കിക്കാർഡിയ. ഓക്കെ, ബ്രാക്കിക്കാർഡിയ ആണ് 4 meter അല്ല, 1 meter ആണ് ഇതിന്റെ ലെങ്ത്. ഓക്കെ, സോ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി പറയാം. ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് ഒരു ടൈം പീരീഡ് എന്താണ്, ഒരു ടൈം പീരീഡ് 2 seconds ഉള്ള ഒരു സിമ്പിൾ പെൻഡുലം ഇംപ്രൂവൈസ് ചെയ്യാം ഒരു ഹേർട്ട് കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടി. സോ അയാൾ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു 60 oscillations കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇയാളെ ഹേർട്ട് ബീറ്റ് 110 പ്രാവശ്യമാണ്.
സോ നമുക്ക് അത് ഏത് അസുഖമാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 60 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 2 സെക്കൻഡാണ്. സോ 60 ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡാണ്. സോ നമുക്കത് എന്ത് ചെയ്യണം, 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡിൽ എത്ര ഹേർട്ട് ബീറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ 120 സെക്കൻഡിൽ 110 സമയമാണ് ഹേർട്ട് ബീറ്റ് എന്നുണ്ടെങ്കിൽ 60 സെക്കൻഡിൽ അതിൻ്റെ പകുതി ആയിരിക്കും 5 ടൈംസ് ആണ്. സോ അണ്ടർ 60 അസുഖം ഏതാണ്? ബ്രാക്കികാർഡിയാണ്. നമ്മൾ ബ്രാക്കികാർഡിയാണ് കണ്ടുപിടിച്ചത്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിൻ്റെ ലെങ്ത് ആണ്. അതിന് നമുക്ക് എന്താ അറിയാം, ടൈം പീരീഡ് അറിയാം. ഓക്കെ, ടൈം പീരീഡും ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? T = 2π × √L/g. ഓക്കെ, അതിൽ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് T = 2 സെക്കൻഡ് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് ആൻസർ ആയി, ഓൾമോസ്റ്റ് 1 മീറ്റർ. ഓക്കെ ഓക്കെ, ഓപ്ഷൻ ആയി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ എക്കോയിങ് ഓഫ് സൗണ്ടിനെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, a car running with a velocity of 30 meters per second again reaches midway between two vertical parallel walls separated by 360 meters. When the driver sounds the horn for a moment, speed of sound in air is 330 meters per second. After blowing horn, the first 3 echoes will be heard by the driver respectively at. Okay, അതായത് എന്തുണ്ട്? ഓക്കെ, 2 റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉണ്ട്. നേരത്തെ പോലെ തന്നെ 2 റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉണ്ട്. ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ട്. ഓക്കെ, ഒരാൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇയാൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, ഈ കാറിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡാണ്. വാട്ട് എവർ. ഓക്കെ ഓക്കെ, 2 വെർട്ടിക്കൽ പാരലൽ പ്ലെയിൻസ് 360 മീറ്റർ ആണ്. അയാളാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? vertical parallel separated by when the driver sounds the horn for a moment. ഓക്കെ, ഇയാൾ മിഡ് വേയിലാണ് നിൽക്കുന്നത്. ഓക്കെ, മിഡ് വേയിൽ നിന്നിട്ട് ഇയാൾ സൗണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞേ. ഓക്കെ, സോ ഇവിടെ എത്രയാണ്? 180 മീറ്റർ ആണ്. ടോട്ടൽ 360 ആണ്. സോ ഇത് 180 ആണ്. ഇതും എത്രയാണ്? 180 ആണ്. ഓക്കെ ഓക്കെ, നമ്മൾ ക്വസ്റ്റിനുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതണം. ഓക്കെ, പിന്നെ എയറിലുള്ള സ്പീഡ് 330 മീറ്റർ പെർ സെക്കൻഡ് ആസ് യൂഷ്വൽ നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ ഫസ്റ്റ് 3 എക്കോസ് എപ്പോഴാണ് കേൾക്കുക? ഓക്കെ, ഫസ്റ്റ് എക്കോ എപ്പോഴാണ് കേൾക്കുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. ഓക്കെ, T1 നമ്മൾ ഫസ്റ്റ് എക്കോന് T1 എഴുതാം. ഓക്കെ, സോ അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് 180. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന ഡിസ്റ്റൻസ് എത്രയാ? ഇങ്ങോട്ട് വരുന്ന 180 ഉണ്ടാവില്ല. ഇയാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞേ, സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സോഴ്സ് മൂവ് ചെയ്ത ഡിസ്റ്റൻസും കൂടി കുറക്കണം. നമ്മൾ നേരത്തെ 2 ക്വസ്റ്റ്യൻ ചെയ്ത്, റൈറ്റ്? 180 പ്ലസ് 180 മൈനസ് ഇതിന് എത്ര ചെയ്യണം? 30 × T1, റൈറ്റ്? അതായത് ഇത് അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് 180, അങ്ങോട്ട് പോയ സൗണ്ട് അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് 180, സൗണ്ട് ഇങ്ങോട്ട് വന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ 180ന്ന് ഈ എക്കോ ചെയ്ത സമയം കൊണ്ട് കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി എത്രയാ? 330. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് എന്താ റീഅറേഞ്ച് ചെയ്ത ആൻസർ ആയി. 330 T1 is equal to 180 പ്ലസ് 180 എത്രയാവും? 360 മൈനസ് 30 T1. ഓക്കെ, 30 T1. ഓക്കെ, ഇത് റീഅറേഞ്ച് ചെയ്താൽ 360 T1 ആയി, റൈറ്റ്? 360 T1 is equal to 360. സോ T1 is equal to എത്രയെന്ന് കിട്ടി? 1 സെക്കൻഡ്. അതായത് ഇയാൾ ഫസ്റ്റ് എക്കോ കേൾക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിന് ശേഷമാണ്. ഓക്കെ, 1 സെക്കൻഡിന് ശേഷമാണ്. സോ 1 സെക്കൻഡിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയും കൂടി നോക്കണം. ഓക്കെ, 2.4 ആണോ 2 ആണോ നോക്കണം. ഓക്കെ, അതെങ്ങനെയാ? ഇനി അടുത്ത എക്കോ അങ്ങനെ ഉണ്ടാവുക. അടുത്ത എക്കോ എങ്ങനെ ഉണ്ടാവുക? ഓക്കെ, സോ ഇയാൾ ഇവിടെ എത്തിപ്പോ. ഓക്കെ, സോ ഇയാൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി. ഇയാൾ എത്ര ദൂരം മുന്നോട്ട്? 1 സെക്കൻഡിനോട് ഇയാൾ എത്ര ദൂരം സഞ്ചരിക്കും? ഒരു 30 മീറ്റർ സഞ്ചരിക്കും, റൈറ്റ്? 30 മീറ്ററിലാണ് പോകുന്നത്. സോ ഇയാൾ 30 മീറ്ററും കൂടി സഞ്ചരിക്കും. 30 മീറ്ററും കൂടി മുന്നോട്ട് പോയി. ഓക്കെ, സോ ഇയാൾ ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഫസ്റ്റ് എക്കോ വെക്കുമ്പോൾ ഇയാൾ ഉള്ളത് ഇവിടെയാണ്. ഇനി എന്ത് ചെയ്യും? സോ സൗണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് അങ്ങോട്ട് പോയി റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇനി സൗണ്ട് അതുപോലെ എന്തുണ്ടാവും? ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരും, റൈറ്റ്? ഇങ്ങോട്ട് വരുമ്പോൾ ഇയാൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ടാവും. സോ ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോഴുള്ള എക്കോ ആണ് ചോദിച്ചത്. ഓക്കെ, സോ നമുക്കത് T2 എന്ന് വിളിക്കാം. അപ്പോഴുള്ള എക്കോ കേൾക്കാനുള്ള സമയം നമ്മൾ T2 എന്ന് വിളിച്ചാൽ എത്രയാണോ? ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടാവും? 180 പ്ലസ് 30. ഇയാൾ കുറച്ചും കൂടി 30 മീറ്ററും കൂടി മുന്നോട്ട് പോയി. സോ 180 പ്ലസ് 30 210 മീറ്റർ, റൈറ്റ്? പ്ലസ് അങ്ങോട്ട് പോയ ദൂരം. പിന്നെ ഇങ്ങോട്ട് വരുന്നതോ? ഇങ്ങോട്ട് വരുന്നത് 210 പ്ലസ് ഇതിനോടുകൂടി ഇൻക്ലൂഡ് ചെയ്യണം. എന്താണ് കാരണം? നേരത്തെ നമ്മൾ
റിഫ്ലക്റ്റിംഗ് സർഫസിനോട് അടുക്കുകയായിരുന്നു. ഇവിടെ നേരെ മറിച്ചാ, ഇവിടെ നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസിന് അങ്ങോട്ട് ഇതിൻ്റെ അവേ പോവാണ്. ഓക്കെ, സോ ആ സൗണ്ട് സഞ്ചരിച്ച് ദൂരം കൂടും. സോ 210 പ്ലസ് എന്ത് ചെയ്യണം, എത്രയാണ് 30 × T2. ഓക്കെ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നേ. ഓക്കെ, ഒന്നുമില്ല, നേരത്തെ ചെയ്തത് നമ്മൾ അങ്ങോട്ട് പോവായിരുന്നു. സോ സൗണ്ട് എന്താണ്, സൗണ്ടിന് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതിയായിരുന്നു. സോ നമ്മൾ മൈനസ് ചെയ്ത് ഡിസ്റ്റൻസ്. ഇപ്പോൾ സൗണ്ടിന് കൂടുതൽ ദൂരം സഞ്ചരിക്കണം, നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസിന് അവേ ദൂരം പോകുന്നത്. സോ നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടി. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്രയാടാ 330. ഓക്കെ, ഇനി ഇത് നമ്മൾ അങ്ങ് എഴുതിയാൽ മതി. 330 T2 = 210. സോറി, 210 + 210 നമുക്ക് എന്ത് ചെയ്താം, 420 എന്ന് എഴുതാം. റൈറ്റ്, ഈസിയാണ്. 420 + 30 T2. ഓക്കെ, സോ എത്രയാടാ 300 T2 = 420. സോ T2 = 420/300. സോ എത്ര വരും, 7/5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.4. റൈറ്റ്, 1.4 സെക്കൻഡ്. റൈറ്റ്, റൈറ്റ്. സോ രണ്ടാമത്തെ എക്കോ കേൾക്കില്ലപ്പോഴോ 1.4 സെക്കൻഡ് കഴിഞ്ഞിട്ട്, ഫസ്റ്റ് എക്കോ കേട്ട് പിന്നെ 1.4 സെക്കൻഡ് കഴിഞ്ഞിട്ട്. സോ ടോട്ടൽ സമയം എത്രയാണ് 1 + 1.4 2.4 സെക്കൻഡ്. റൈറ്റ്, 1 + 1.4 സെക്കൻഡ് എത്രയാണോ 2.4 സെക്കൻഡ്. ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് നോക്കാം. യെസ്, ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു ഫസ്റ്റത്തെ നമ്മൾ 2 ഓപ്ഷൻ വന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൽ 2.4 സെക്കൻഡ് നമുക്ക് ആൻസർ ആയി. റൈറ്റ്, ഇവിടെ 2 സെക്കൻഡാണ്. സോ ഇത് ഇനി മൂന്നാമത്തെ എക്കോ ചെയ്യേണ്ടില്ല. റൈറ്റ്, കാരണം എന്താ, രണ്ടിലും 3 സെക്കൻഡാണ്. സോ 3 സെക്കൻഡ് നമുക്ക് ആൻസർ വരാമെന്നറിയാം, നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി 3 സെക്കൻഡ് നീ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇയാൾ ഇവിടെ ഉള്ളത്, ഇനി എന്ത് ചെയ്യും, ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകും. സോ എന്താണ് 1.4 സെക്കൻഡ് കൊണ്ട് ഇയാൾ എത്ര മുന്നോട്ട് പോയി എന്ന് കാണാം. 1.4 × 30 ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഇയാൾ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയെന്ന് കിട്ടും. ഓക്കെ, ആരും കൺഫ്യൂസ്ഡ് ആവരുത്. മൂന്നാമത്തെ എങ്ങനെ കാണാം, മൂന്നാമത്തെ തേർഡ്. ഓക്കെ, തേർഡ് എക്കോ, അതായത് 2 എക്കോ കഴിഞ്ഞതിന് ശേഷം ഇയാൾ കുറച്ചും കൂടി ഡിഫറൻസ് മുന്നോട്ട് പോകും. റൈറ്റ്, ആ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കാണാം, 1.4 × 30 ചെയ്താലേ ഈ ഡിസ്റ്റൻസ് കിട്ടും. അതേ +30 ചെയ്താലേ ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. പ്ലസ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും. ഓക്കെ, നമ്മൾ ആ ഡിസ്റ്റൻസ് ഇത് ചെയ്ത് അതുപോലെ അതും ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, സെക്കൻഡ് എക്കോ തന്നെ ഡിഫറെൻ്റ് ആണ് നമ്മൾ ഓപ്ഷൻസിൽ. സോ നമുക്ക് തേർഡ് എക്കോ ചെയ്യേണ്ട ആവശ്യമില്ല. 3 സെക്കൻഡ് ആൻസർ വരിക. എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ. സോ 1 2.4 3 സെക്കൻഡ്. എന്തൊക്കെ കാര്യം ആലോചിക്കണ്ടേ, ഒരു കാറ് 360. ഞാൻ ഒന്നുകൂടി പറയാം. ക്വസ്റ്റിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് ആലോചിക്കേണ്ട ക്വസ്റ്റൻ ആണ്, കുറച്ച് കാൽക്കുലേഷൻ ആലോചിക്കേണ്ട ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഒരു ടോട്ടൽ 2 റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്. അയാളെ എന്ത് ചെയ്യണേ, 180 മീറ്റർ കറക്റ്റ് നടുവിൽ ഇയാൾ നിൽക്കുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് ഇയാൾ സൗണ്ട് ഉണ്ടാക്കി. ഓക്കെ, ഇയാൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്കോ, സെക്കൻഡ് എക്കോ, തേർഡ് എക്കോ കേൾക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചത്. ഓക്കെ, നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി 2D/V ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞേ സൗണ്ടിന്റെ സോഴ്സ് മൂവ് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ എക്കോ കേൾക്കുന്ന എപ്പോഴാണ്, അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് 180 പ്ലസ് ഇങ്ങോട്ട് വന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ 180ന്ന് ഇയാൾ ഈ എക്കോ കേൾക്കാൻ എടുത്ത സമയം കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ആ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം. അത് വിച്ച് ഈസ് ഈക്വൽ ടു 30 T1. 30 എന്ന് പറഞ്ഞാൽ ഇയാളെ വെലോസിറ്റി, T1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്കോ കേൾക്കാനുള്ള സമയം. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ T1, അതായത് ഫസ്റ്റ് എക്കോ കേൾക്കാനുള്ള സമയമായി. ഓക്കെ, ഇനി അതുപോലെ T2 എന്ത് ചെയ്യാം, ഇയാൾ ഇവിടെ എത്തുമ്പോൾ എന്തുണ്ടാവില്ലേ, ഇയാൾ ഇവിടെ എത്തുമ്പോഴാണ് ഇയാൾക്ക് ഫസ്റ്റ് ഒക്കെ കേൾക്കുന്നത്. ഇനി ആ സൗണ്ട് ഇങ്ങോട്ട് പോയി റിഫ്ലക്ട് ചെയ്ത് കേൾക്കുന്നതാണ് നമ്മൾ എന്താ പറയുക, T2. റൈറ്റ്, T2. ആ T2 കേൾക്കൽ ഇയാൾ ഇവിടെ നിൽക്കുമ്പോഴാണ്, ഇയാൾ ഈ റെഡിൽ നിൽക്കുമ്പോഴാണ്. റൈറ്റ്, ഫസ്റ്റ് എക്കോ കേൾക്കുന്ന ഇയാൾ ബ്ലൂവിൽ നിൽക്കുമ്പോഴാണ്, സെക്കൻഡ് എക്കോ കേൾക്കുന്ന ഇയാൾ റെഡിൽ നിൽക്കുമ്പോഴാണ്. ഓക്കെ, ഓക്കെ. ഇനി എങ്ങനെ ആ ഡിസ്റ്റൻസ് കാണാം. സോ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഇയാൾ കുറച്ചും കൂടി ദൂരെയാണ്. റൈറ്റ്, സോ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ, ഈ ഡിസ്റ്റൻസ് നമുക്ക് 30 കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 30 + 180 210 പ്ലസ് 210. റൈറ്റ്, ഇവിടെ എത്തി, നമ്മൾ തിരിച്ച് സൗണ്ട് ഇവിടെ എത്തി. 210 + 210 പ്ലസ് എന്താണ്, ആ എക്കോ കേൾക്കുന്ന സമയം കൊണ്ട് ഇയാൾ എത്ര ദൂരം സഞ്ചരിച്ചോ അത് 30 T2. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നേ.
മനസ്സിലാവത്തില്ല, ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, തേർഡ് എക്കോ ഞാൻ എങ്ങനെ കാണാൻ ഞാൻ പറഞ്ഞത്, ഇയാൾ കുറച്ചും കൂടി മുന്നോട്ട് പോകും. സോ പെട്ടെന്ന് കേൾക്കും, തേർഡ് എക്കോ പെട്ടെന്ന് കേൾക്കും. കാരണം എന്താ, ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് അടുത്താ. സോ അങ്ങോട്ട് പോയി പെട്ടെന്ന് തിരിച്ചു വരും. നിങ്ങൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യണം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യണം, പ്ലസ് ചെയ്യലല്ല. ഓക്കെ, നമ്മൾ രണ്ടാമത് ചെയ്ത പോലെയല്ല, മൈനസ് ചെയ്യലാണ്. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ട് കമന്റിൽ ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ആൻസർ നമുക്ക് ഓൾറെഡി ബട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ, ഇത് ആൻസർ ആയി. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. ഇതൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് എന്നുള്ള എന്താണ് ചോദ്യമാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ ആ കോൺസെപ്റ്റ് ഇവിടെ പറയും. ഓക്കെ, നോക്കണം. A train is move at a speed of v is equal to 108 km/h towards a person standing just next to the rails. The train blows a whistle for 7 seconds. What is the time duration for which whistle is heard by this person? Okay, ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചോദിച്ചത് എന്താ വെച്ചാൽ, ഒരു 7 സെക്കൻഡിന് ഒരു ട്രെയിന് ഹോൺ അടിക്കുന്നത്, 7 സെക്കൻഡ് തുടർച്ചയായിട്ട് ഇയാൾ ഹോൺ അടിക്കുന്നത് ട്രെയിന്. ഓക്കെ, ആ ട്രെയിൻ മൂവിങ്ങിലാണ്, അവിടെ ഒരാളുടെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 7 സെക്കൻഡ് ഇയാൾ അടിച്ച ഹോണ് അയാൾ എത്ര സമയം കേൾക്കുന്ന. സോ ഇപ്പോൾ ചിലവർ വിചാരിക്കുന്നതാണോ ഇത് രണ്ടും സെയിം അല്ലേ, കാരണം എന്താ, സമയം മാറില്ലല്ലോ. 7 സെക്കൻഡ് ഇവിടെ അടിച്ചാൽ അയാൾ 7 സെക്കൻഡല്ലേ കേൾക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. ആ ഇവിടുന്ന് നമ്മൾ ഒരു 7 സെക്കൻഡ് ഹോൺ അടിച്ചാൽ ഇവിടുന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ആ സമയം കേൾക്കുന്ന സമയം കൂടുതലായിരിക്കും, 7 സെക്കൻഡ് കൂടുതലായിരിക്കും. ഇതിന് നമ്മൾ എന്ത് പറയും, ഇതൊരു എന്താണ്, ഇത് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ടൈം പീരീഡ്, ഇവിടെ ടൈം പീരീഡിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസിൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അടുത്തോട്ട് പോകുന്തോറും, ഒരു സൗണ്ടിൻ്റെ സോഴ്സ് അടുത്തോട്ട് പോകുന്തോറും ഒരു റിലേറ്റീവ് മോഷനിലാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ആളും എന്താണ്, സൗണ്ട് ഉണ്ടാക്കുന്ന ആളും അടുത്തോട്ട് പോകുന്തോറും ആ ഫ്രീക്വൻസി കൂടും എന്നാണ് പറയാം. ടൈം പീരീഡ് കുറയും, ഫ്രീക്വൻസി കുറയും. ഇത് നമ്മൾ എന്ത് പറയും, ഡോപ്ലർ എഫക്റ്റ്. ചിലവർ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത പോലെ ഇപ്പോൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതിനൊരു ഇക്വേഷനും ഉണ്ട്, നമ്മളിപ്പോൾ പറയും. ഓക്കെ, അതായത് ഒരു ട്രെയിൻ, ഇതിൻ്റെ കണ്ടീഷൻ എന്താടാ, സോഴ്സ് ഏതെങ്കിലും റിലേറ്റീവ് മോഷൻ ആയിരിക്കണം. സൗണ്ട് അല്ലെങ്കിൽ സോഴ്സ് അല്ലെങ്കിൽ ഒബ്സർവർ എന്തായിരിക്കണം, മോഷൻ ആയിരിക്കണം, റിലേറ്റീവ് മോഷൻ ആയിരിക്കണം. ഓക്കെ, സോ എന്താടാ, സോ മൂവിങ് സോഴ്സ് അല്ലെങ്കിൽ എന്താണ്, മൂവിങ് ഒബ്സർവർ ആയിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒബ്സർവർ ആയിരിക്കണം. സോ ഇത് ഒബ്സർവർ. ഓക്കെ, സോ എന്ത് ചെയ്യും, ഇയാൾ അടുത്തോട്ട് പോകുന്തോറും ഇയാൾ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയ ആ ഫ്രീക്വൻസി അങ്ങോട്ട് പോകുന്തോറും എന്താണ്, ഒബ്സർവർ അടുത്തെത്തും തോറും സോഴ്സിൻ്റെ ഫ്രീക്വൻസി, സൗണ്ടിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. സോ ആ ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്തും, എഫ് ഡാഷ്, പുതിയ ഫ്രീക്വൻസി നമ്മൾ എഫ് ഡാഷ് എന്ന് എഴുതിയാൽ വി പ്ലസ് ഓർ മൈനസ് വി ഒ ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, ഡോപ്ലസ് എഫക്റ്റ് എന്ന് നമ്മൾ പഠിക്കാനുള്ള ഫോർമുലയാണ്. ഓക്കെ, ഇൻറ്റു എഫ്, ഓക്കെ, അതായത് പുതിയ ഫ്രീക്വൻസി, ഒരു സോഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോഴ്സ് ഉണ്ടാക്കുന്ന ഫ്രീക്വൻസിയിലല്ല അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. ആ പുതിയ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഓർ മൈനസ് ഒബ്സർവർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് എന്താണ്, സോഴ്സിൻ്റെ ഫ്രീക്വൻസി. ഇനി ഈ പ്ലസ് മൈനസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയേക്കാം, അടുക്കും തോറും സോഴ്സും എന്താണ് ഒബ്സർവറും അടുക്കും തോറും ഫ്രീക്വൻസി കൂടും, സോഴ്സും ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഒബ്സർവറും അകലും തോറും ഫ്രീക്വൻസി കുറയും. സോ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ പ്ലസും മൈനസും ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അല്ലാതെ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് കൊടുത്താലും മതി. പക്ഷേ ഇതാണ് കൂടുതൽ മനസ്സിലാക്കിയേക്കാൻ എളുപ്പം. അതായത് ഇപ്പോൾ ഇവിടെ എന്താണ്, ഒരു ട്രെയിനും ഒരു ഒബ്സർവറും എന്താണ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്സർവർ ഇവിടെ എന്താണ്, ഒബ്സർവർ ഇസ് ഈക്വൽ ടു 0 m/s ആണ്. ഓക്കെ, സോഴ്സ് ഇവിടെ എന്താണ്, ട്രെയിൻ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ട്രെയിൻ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താവും, ഫ്രീക്വൻസി എന്ത് ചെയ്യും, ഫ്രീക്വൻസി കൂടും. റൈറ്റ്, ഫ്രീക്വൻസി കൂടണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസി കൂടണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ കുറയണമെന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം, ഇത് മൈനസ് ആവണം. റൈറ്റ്, സോ വി മൈനസ് വി എസ്. സോ നമുക്ക് ഇവിടെ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് എന്ന് എഴുതാം. റൈറ്റ്, വി എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ എയറിലുള്ള സ്പീഡ്. ഓക്കെ, ഇൻറ്റു എഫ്. ഓക്കെ, സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്, ഡോപ്ലസ് എഫക്റ്റ് എന്നാണ് പറയാം. ഇതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു.
എല്ലാവരും ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലത്. ഓക്കെ, ഇവിടെ ഒബ്സർവർ മൂവ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞ അയാൾ സ്റ്റേഷനറിയാണ്. സോ നമുക്ക് എഫ് ഡാഷ് കണ്ടെടുത്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ എഫ് ഡാഷ് അല്ല വേണ്ടത്, ടൈം പീരീഡാണ് വേണ്ടത്. നമ്മൾ എഫ് ഡാഷ് നമ്മൾ സോ ടൈം പീരീഡിലോട്ട് മാറ്റണം. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 1/t ഡാഷ്, അതായത് പുതിയ ടൈമാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ എഫ് ഡാഷിന് ടി ഡാഷ് ആക്കി. വി എത്രയാടാ? വി നമുക്ക് 330 340 350 ആണ്. ഓക്കെ, 350 ഡിവൈഡഡ് ബൈ 350 മൈനസ് വി എസ് എത്രയാടാ? സോഴ്സിൻ്റെ വെലോസിറ്റി 108 km/h. അതിന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം. 108 ഇൻറ്റു 5/18. ഓക്കെ, 630 മീറ്റർ പെർ സെക്കൻഡ്, റൈറ്റ്? സോ നമുക്ക് എന്ത് ചെയ്താം? ഇവിടെ 30 എന്ന് എഴുതാം. സോ 350 റൈറ്റ് ഇൻറ്റു 1/t ഡാഷ് 1/t. ഓക്കെ, സോ എത്രയാടാ? 350 ഡിവൈഡഡ് ബൈ 320 ഇൻറ്റു 1/7. ഓക്കെ, സോ ഇതെന്ത് എഴുതാം? നിങ്ങൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, സോ ടി ഡാഷ് ഇസ് ഈക്വൽ ടു, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ടി ഡാഷ് ഇസ് ഈക്വൽ ടു 320/350 ഇൻറ്റു 7. ഓക്കെ, ഇത് ചെയ്താണ് ആൻസറായി. ഓക്കെ, നമുക്ക് ഓപ്ഷനിലോട്ട് നോക്കി നോക്കാം. 6.47. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാൻ വേണം. ഓക്കെ, 7/5. സോ റൈറ്റ് 32/5 എത്രയാടാ? 6.4 ആൻസർ വരും. റൈറ്റ്, 6.4 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ കൺസെപ്റ്റാണ് ഡോപ്ലേഴ്സ് എഫക്റ്റ്. എന്താണെന്ന് ഞാൻ പറഞ്ഞേ, രണ്ട് സോഴ്സും എന്താണ് ഒബ്സർവറും ഒരു മൂവിങ് എന്താണ് പൊസിഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിലേറ്റീവ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഫ്രീക്വൻസിയിലല്ല അയാൾ കേൾക്കുക. ഓക്കെ, ആ പുതിയ ഫ്രീക്വൻസിക്ക് നമ്മളൊരു പുതിയ ഫോർമുല കണ്ടെത്തി. അയാൾ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി കൂടും എന്ന് പറഞ്ഞ്, അകലാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി കുറയുമെന്ന് പറഞ്ഞ്, അതിനനുസരിച്ച് നമ്മൾ പ്ലസും മൈനസും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങൾ ആ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ആക്കി എടുക്കണം. അത് കൺഫ്യൂസിങ് ആണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. ഓക്കെ, അടുക്കും തോറും ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവർ വെലോസിറ്റി അതിനനുസരിച്ച് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് കൊടുക്കണം. ഓക്കെ, സോ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആണ്, അകലാണെന്നുണ്ടെങ്കിൽ മൈനസ് ആണ്. ഓക്കെ, ഇവിടെ അതുപോലെ നേരെ റെസിപ്രോക്കലായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു v/v മൈനസ് ഇൻറ്റു എഫ് എന്ന് കണ്ടേ. കാരണം ഇവിടെ ഒബ്സർവർ അയാൾ മൂവ് ചെയ്യുന്നില്ല. സോ അത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശേഷം നമ്മൾ എന്ത് ചെയ്തേ? നമുക്ക് വേണ്ടത് എഫ് ഡാഷ് അല്ല, ടി ആണ്, ടി ഡാഷ് ആണ്. സോ നമ്മൾ ആ ടി ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ മാറ്റി എഴുതി ആൻസർ കണ്ടെത്തി. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നത്? ഡോപ്ലേഴ്സ് എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോപ്ലേഴ്സ് എഫക്റ്റ്. ഓക്കെ, നിങ്ങളിത് ചിലവർ ഹയർ ക്ലാസ്സിൽ പഠിക്കും, അല്ലാത്തവർ എന്ത് ചെയ്യാം? NSCGS പോലുള്ള എക്സാംസിന് ഇങ്ങനെ ചില എന്താണ് ഞാൻ പറഞ്ഞത്, ചില ക്വസ്റ്റ്യൻസ് ഹയർ ലെവലിൽ ചോദിക്കും, ചില എന്താണ് ടോപ്പിക്സ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫോർ ദ എക്കോ ഓഫ് ദ ലാസ്റ്റ് സിലബിൾ ഓഫ് ദ syllable. For this echo of the last syllable of the speech heard, the least distance of the reflector must be approximately. Okay, ഇതൊന്നുമല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയ സൗണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ റിഫ്ലക്ടറും നമ്മളും തമ്മിലെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം എന്ന ചോദ്യം. നമുക്കറിയാം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മളൊരു വിഷൻ കണ്ടാലേ 1/10 സെക്കൻഡ് നമ്മളെ കണ്ണിലുണ്ടാവും. സോ അടുത്ത വിഷൻ കാണുന്നുണ്ടെങ്കിൽ എന്താണ് 1/10 സെക്കൻഡ് ശേഷം നമുക്ക് കണ്ടാലേ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സൗണ്ടിൻ്റെ കേസിലുണ്ട്. സൗണ്ടിൻ്റെ കേസിൽ നമ്മൾ ഒരു സൗണ്ട് കേട്ട് 0.1 സെക്കൻഡിനുള്ളിൽ ആ സൗണ്ട് കേട്ടാൽ, മറ്റൊരു സൗണ്ട് കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതായത് ഒരു സൗണ്ട് 0.1 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ 2 സൗണ്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ആ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ ഈ സിലബിൾ പറഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടാക്കി അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ എന്ത് ചെയ്യണോ അൾട്ടിമേറ്റ് സൗണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫാൻസി നെയിം ഇട്ട് വിളിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്താ ചോദിച്ചെന്താ? ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു, റൈറ്റ്? എക്കോ. ഓക്കെ, എക്കോ നമുക്ക് ഇവിടെ നമുക്ക് ആരും സോഴ്സ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, റൈറ്റ്? v is equal to 2d/t അല്ലെങ്കിൽ d is equal to vt/2, റൈറ്റ്? v എത്രയാ? നമുക്ക് ഇവിടെ നിന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് എത്രയാണെന്ന് വെച്ചെടുക്കാം, 340 എടുക്കാം. ഓക്കെ,
340 എടുക്കാം സ്റ്റാൻഡേർഡ്. ഓക്കെ, ടി നമ്മൾ ഞാൻ പറഞ്ഞു 0.1 സെക്കൻഡ്. ഓക്കെ, 0.1 സെക്കൻഡിനുള്ളിൽ കേട്ടാൽ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് എന്താണ് ആ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള സമയം 0.1 സെക്കൻഡ് എടുക്കാം. ഓക്കെ, സോ 34/2 വരും. ആൻസർ ഓൾമോസ്റ്റ് 17 മീറ്റർ വരും. 17 മീറ്റർ വരും. യെസ്, ആൻസർ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇത് 350 എടുക്കുകയാണെങ്കിൽ 17.5 എടുക്കും. സോ ഓൾമോസ്റ്റ് എന്താണ് ആൻസർ? 17.5 ആണ് ആൻസർ. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നത്. ഇത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ പോലെ തന്നെ എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. അതായത് 0.1 സെക്കൻഡിനുള്ളിൽ കേട്ടാൽ ആ സൗണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കേ. The sound intensity is 0.008 Weber per meter square at a distance of 10 meter from an isotropic point source of sound. The power of the source is approximately. ഓക്കെ, ഇതൊന്നുമില്ലടോ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചിട്ടുള്ളത്? പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻറ്റൻസിറ്റി തന്നിട്ട് ഏരിയ നമുക്ക് അറിയില്ല, ഏരിയ നമുക്ക് കാണണം. ഏരിയ കാണാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10 മീറ്റർ ഫ്രോം ആൻ ഐസോട്രോപിക് പോയിന്റ് തന്നിട്ടുണ്ട്. അതായത് ഒരു സൗണ്ട് സോഴ്സിന്റെ 10 മീറ്ററിൽ ചുറ്റിലും അയാൾ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 0.008 തന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പവർ ആണ് ചോദിച്ചത്. നമുക്കറിയാം ഇവിടുന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കിയാൽ അയാൾ 360 അല്ലെങ്കിൽ എല്ലാ ഭാഗത്തോട്ടും എളുപ്പം. ഓക്കെ, സോ ആ ഒരു ഏരിയ എത്രയാണോ? ഇതൊരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ, റൈറ്റ്? ഒരു പോയിന്റ് സോഴ്സ് എന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ സൗണ്ട് എനർജി എല്ലാ ഭാഗത്തേക്കും പോയാൽ അതിന് കവർ ചെയ്യാനുള്ള ഒരു സർഫസ് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് സർഫസ് ഏതാണ്? സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ ഏരിയ എന്താ? 4πr², റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പവർ ഇസ് ഈക്വൽ ടു ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. ഇന്റൻസിറ്റി എത്ര ഉണ്ട്? 0.008. ഏരിയ എത്രയാടാ? 4πr². 4πr². 6 സെന്റിമീറ്ററിലെ മീറ്ററിൽ തന്നിട്ടുള്ളത് മീറ്ററിലാണേ. സോ നമുക്ക് മാറ്റാനൊന്നുമില്ല. 10². ഓക്കെ, സോ എത്ര വരും? 8 × 4π അല്ലെങ്കിൽ 0.8 × 4π വരും. സോ ആൻസർ എത്ര വരും? ഓക്കെ, മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, 4π എന്ന് പറഞ്ഞാൽ പൈ എത്രയാടാ? പൈ 3.14 ആണ്. സോ 4 × 3.14 പറഞ്ഞാൽ 12.56 സംതിങ് വരും, റൈറ്റ്? ഇൻറ്റു 0.8 എന്ന് പറഞ്ഞാൽ അറൗണ്ട് 10 ഇവിടെ ആൻസറിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് മാച്ച് ചെയ്ത്. ഓക്കെ, ആൻസറായി. സോ ഇക്വേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, റൈറ്റ്? ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു പവർ ബൈ ഏരിയ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഓക്കെ, സൗണ്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ? സൗണ്ട് ഒരു ഈസി ചാപ്റ്റർ ആണ്. നമ്മൾ എക്സാമിൻ്റെ നമ്മളെ ബോർഡ് എക്സാം, സ്കൂൾ എക്സാമിനൊക്കെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് ഒരു ഈസി ചാപ്റ്റർ ആണ്. പക്ഷേ NSE പോലുള്ള എക്സാമിന് വരുമ്പോൾ ഈ എക്കോയിങ് ഓഫ് സൗണ്ടൊക്കെ നമ്മൾ സ്കൂൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ സൗണ്ടിൻ്റെ സോഴ്സ് മൂവ് ചെയ്യുന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഡീൽ ചെയ്യില്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ അങ്ങനത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്ത്, അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, ഞാൻ ആൻസർ ചെയ്യും. ഓക്കെ, പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക? ചില ടോപ്പിക്സ്, ചില കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പഠിച്ച് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡ്, അതല്ലാതെ ഡോപ്ലസ് എഫക്റ്റ് ഇൻ്റെ ഇക്വേഷൻ. ഡോപ്ലസ് എഫക്റ്റ് എന്താടാ? ഒരു സൗണ്ടിൻ്റെ സോഴ്സും ആ കേൾക്കുന്ന ഒരാളും തമ്മിൽ ഒരു മൂവിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കില്ല കേൾക്കുന്ന ആളെ ആ ഫ്രീക്വൻസിയിൽ അയാൾ ആവൂല കേൾക്കുക. അയാൾ അടുത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി കൂടും, അകലുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി കുറയും. സോ ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ച് ആ സൈനൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി കൊടുക്കണം. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ, റൈറ്റ്? സോ ആ ഫ്രീക്വൻസി പിന്നെന്താ? ഡോപ്ലസ് എഫക്റ്റ്, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡ് ഇക്വേഷൻ T = 2π × L/g. സോ ഇതൊക്കെ നമ്മൾ എക്സാമിന് മുന്നേ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ എന്ത് ചെയ്യാം? എല്ലാവരും സൗണ്ടിന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റ്ലീസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ബാക്കി ഫിസിക്സിൽ ബാക്കിയുള്ള പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം നന്നായിട്ട് പഠിക്കാം. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. NSE എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.